മുന്നിൽ നിന്ന് അധ്യാപകർ എല്ലാവരെയും ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാനേജ്മെന്റ് വിതരണം നിർവഹിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കൂടിയായ പ്രൊഫസർ KV തോമസ് സർ, വിനീതമായ നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 2017 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പ്രധാനമായിട്ട് വിവിധ കോളേജുകളിലും ഇതുപോലെ തന്നെ പല വൃക്ഷത്തോട്ടങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇത് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു വരുന്നതുമാണ്. പ്രൊഫസർ KV തോമസ് സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങളിൽ പച്ചക്കറി അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ നമ്മൾ കേട്ടുവരുന്നതാണ് ഈ വിഷാംശങ്ങൾ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ അവർ ഊർജ്ജമായിട്ട് പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ വിശ്വസിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് ക്യാമ്പസിലെ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന എറണാകുളം കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് PK മിനിമോൾ, ഫാദർ ഞാൻ പരിപ്പള്ളിയച്ഛൻ, പരിസ്ഥിതി കമ്മീഷൻ വല്ലപ്പുഴ അതിരൂപതയുടെ ഡയറക്ടർ തിരിതെളിയിക്കുന്നതിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അത്യന്തം സന്തോഷകരമായ ഒരു പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്നത്. വിദ്യാധനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കറിവേപ്പില വിതരണം എന്ന ഒരു മഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. സ്വാഗത പ്രസംഗകനും അതോടൊപ്പം തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ വരാപ്പുഴ അതിരൂപതയിലെ 60ഓളം സ്കൂളുകളിലെ 10,000-ഓളം കുട്ടികൾക്ക് വേപ്പില തൈകൾ നൽകിക്കൊണ്ടാണ് ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വിദ്യാധനം ചാരിറ്റബിൾ ട്രസ്റ്റിനെ എപ്പോഴും നന്ദിയോടും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയോട് ചെയ്തു വരുന്ന എല്ലാവിധ നല്ല സംരംഭങ്ങളെ പ്രതി അഭിനന്ദനത്തോട് മാത്രമേ ഓർക്കാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ കഴിഞ്ഞ KV തോമസ് സാറിൻ്റെ വിദ്യാഭ്യാസതരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 3-4 പരിപാടികളിൽ സംബന്ധിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കൽവെട്ടിലേക്ക് അവർക്ക് ആവശ്യമുള്ളത് പോലെ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതാണ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളുടെ മാനസികമായ ഒരു വളർച്ച അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വിദ്യാധനം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് LP സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇവിടെ കറിവേപ്പില തൈ വിതരണം നടത്തിയിരിക്കുന്നത്. അത് വേപ്പില തൈ വിതരണം നടത്തുക മാത്രമല്ല, അതിൻ്റെ വളർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാഷിൻ്റെ ഒരു സമ്മാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.